ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല. ഒരു വശത്ത് ബി ജെ പിയും മറുവശത്ത് തമിഴ്നാട്ടിലെ സെക്യുലർ സമൂഹവുമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഡി എം കെ അമിതാവേശം കാണിക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഇതൊരു വിഷയം ഒരു കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, തൊട്ട് താഴെ ഒരു ദർഗയുണ്ട്, ആ ക്ഷേത്രത്തിന് താഴെ ഒരു ദർഗയുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ അവിടെ റിച്വലായിട്ട് കാർത്തിക ദീപം തെളിയിക്കുന്നത് കുന്നി മുകളിൽ ക്ഷേത്രത്തിനടുത്തുള്ളൊരു മണ്ഡപത്തിലാണ്. അതിന് പകരം അതിന് താഴെയുള്ള ഈ ദർഗയോട് ചേർന്നുള്ളൊരു ആ തൂണിൽ ഇത് എന്താണ് കത്തിക്കണം എന്നാണ് ആവശ്യം. അപ്പോൾ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്, ഇതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുന്നവരാണ് അവിടെ ബി ജെ പി ആണ്. അപ്പോൾ ബി ജെ പി ബഹളം വയ്ക്കുന്നതിനെ ഡി എം കെ രാഷ്ട്രീയമായി അതിശക്തമായി എതിർക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു സ്റ്റേറ്റിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ മുസ്ലിം സംഘടനകളാണ് ഇത് ഞങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്, എൻക്രോച്ച്മെൻ്റാണ്, ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യം തടയുകയാണെന്ന് പറഞ്ഞാൽ അവരാണ്. അവിടെ മുസ്ലിം സംഘടനകളൊന്നും മിണ്ടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത വിധം ഡി എം കെ അതിശക്തമായി അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ രസം. കാരണം മുസ്ലിം സംഘടനകൾക്ക് കാര്യമായ റോളേ ഇല്ലാത്തൊരു രാഷ്ട്രീയവാദമായി ഇത് മാറുകയാണ്. ഡി എം കെ ഇതിനെ ശക്തമായി എതിർക്കുന്നു. ഇത് കമ്മ്യൂണൽ ഹാർമണി തകർക്കാനുള്ള ബി ജെ പിയുടെ നീക്കമാണ് എന്ന് പറയുന്നു. മാത്രവുമല്ല, മറ്റൊരു അയോധ്യ തമിഴ്നാട്ടിൽ ആവർത്തിക്കാൻ പോവുകയാണ്. സർക്കാർ കോടതി പോകുന്നു. അതിശക്തമായി നമ്മൾ വേറൊരു സർക്കാർ ഇത്തരം ഒരു കോഴ്സിൽ ഇത്ര ശക്തമായ ഒരു റോൾ എടുക്കുകയും ഇടപെടുകയും നമുക്ക് കാണാനേ കഴിയില്ല. അപ്പോൾ ഇത് നമുക്ക് തോന്നുന്നു എന്തിനാണ് ഡി എം കെക്ക് ഇത്ര അമിതാവേശം. ഇത് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വിഷയമാണെങ്കിൽ പോലും സർക്കാർ കുറച്ചുകൂടി ന്യൂട്രലായി നിൽക്കട്ടെ. പക്ഷെ അങ്ങനെയല്ല, അത് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വിഷയമല്ല എന്നുള്ളതാണ് ഡി എം കെ ഈ അമിതോത്സാഹികളാക്കാനുള്ള കാരണം. കാരണം ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല. ഒരു വശത്ത് ബി ജെ പിയും മറുവശത്ത് തമിഴ്നാട്ടിലെ സെക്യുലർ സമൂഹവുമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഡി എം കെ അമിതാവേശം കാണിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറയട്ടെ, ഈ ആർ എസ് എസിനെ സംബന്ധിച്ച് തമിഴ്നാട് എപ്പോഴും ഒരു ഒബ്സഷനാണ്. അതിൻ്റെ കാരണം തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ഒരു നറേറ്റീവൊക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ധാരാളം ക്ഷേത്രങ്ങളും ദൈവവിശ്വാസികളായ ഹിന്ദുക്കളുമുള്ള 90% ഹിന്ദുക്കളുള്ളൊരു സ്റ്റേറ്റ്. അവിടെ ബി ജെ പിക്ക് പച്ച തൊറാൻ പറ്റുന്നില്ല. ആർ എസ് എസ് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചിട്ടും ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് നാണക്കേടാണ്. അതർവൈസ് ഇപ്പോൾ കേരളത്തിൽ അവർക്ക് അധികാരത്തിൽ വരാതിരിക്കാനുള്ള കാരണം അവർ തന്നെ പറയുന്നത് ഇവിടെ രണ്ട് പ്രമുഖ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. തമിഴ്നാട്ടിൽ അങ്ങനെയില്ല. ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവിടെ വലിയ ജനസംഖ്യയല്ല. എന്നിട്ടുകൂടി അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള അവരെ സംബന്ധിച്ച് ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ ഏത് വിധേനയും അവിടെ ഒരു ചലനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ചലനം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ 10% മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതാണ്. അവരതിനെപ്പറ്റി മിണ്ടുന്നില്ല. അവിടെ ഡി എം കെ മിണ്ടുന്നുണ്ട്, സർക്കാർ ശബ്ദിക്കുന്നുണ്ട്, പക്ഷേ ഇവർ മിണ്ടുന്നില്ല. കാരണം അവരതൊരു എന്താ പറയുക, ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയോ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്.